2 സവോള വീട്ടിലുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിട്ടില്ല ഒരു ഐറ്റവുമായിട്ടാണ് ഇന്ന് ട്രാവലർ മീൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളതിൻ്റെ ആവശ്യത്തിലേക്കായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. കനം കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കനം കുറച്ചല്ല, ഒരല്പം കനമിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സവോള ഒന്ന് കടിക്കാൻ പരുവത്തിൽ കിട്ടണം, ആ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, തീരെ സ്ലൈസായിട്ടല്ല എടുത്തിരിക്കുന്നത്, ഒരല്പം കനത്തോടു കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ 2 പച്ചമുളക്, എരി ഉള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് കനം കുറച്ച് അതും നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എരിയുള്ള മുളക് ചേർത്തത് കൊണ്ടാണ്. ഇതിൽ കൂടുതൽ എരി ആവശ്യമുള്ളവർ അല്പം സാധാ മുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ചെറിയ വാളംപുളിയോട് അതിൻ്റെ അരി കളഞ്ഞ് വാളംപുളിയും ഒരല്പം ചാട്ട് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായി കൈ കൊണ്ടൊന്ന് ഞെവിടി നമ്മുടെ ആ വാളംപുളിയും മുളക് പൊടിയും ആ പച്ച വെളിച്ചെണ്ണയും മുളകും എല്ലാം ഒന്ന് ചേർന്ന് മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിൽ നന്നായി ഒന്ന് ഞെരടിയെടുക്കണം. ഇത് പണ്ട് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് പഴമക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ചാട്ട് മസാല അന്നില്ല, അതിപ്പോൾ ഉള്ള സാധനമാണ്. ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അന്ന് പഞ്ഞക്കർക്കിടകം എന്ന് പറയുന്ന കാലത്ത്, കർക്കിടക മാസത്തിൽ വീട്ടിൽ ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ സാലഡാണ്, അല്ലെങ്കിൽ ഒരു ചട്നിയാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പച്ചക്കപ്പ വേവിച്ചതോ അല്ലെ ചക്ക വേവിച്ചതിൻ്റെ കൂടെയോ നിങ്ങൾക്കിത് കഴിക്കാം. നല്ല സൂപ്പർ ഒരു ഐറ്റമാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. വെറും 2 മിനിറ്റ്. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് തുടർ വീഡിയോകൾക്കായി കാത്തിരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഏത് ഐറ്റത്തിൻ്റെ കൂടെ കഴിച്ചാലും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കുമെന്ന്. സദ്യ ഉണ്ടാക്കി കൈ നക്കാത്ത മലയാളിയില്ലെന്ന് പറയുന്ന പോലെ ഇത് മിക്സ് ചെയ്താൽ, ഇത് കയ്യിലെടുത്താൽ കൈ നക്കാത്ത മലയാളികളുണ്ടാകില്ല. പഴമക്കാർക്കും പുതുതലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ ഇത്തരം റെസിപ്പികളുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. തുടർന്നുള്ള വീഡിയോകളിൽ നല്ല നല്ല യാത്രകളും പഴമയുടെയും പുതുമയുടെയും രുചി ചേടിയുള്ള യാത്രയിൽ നമ്മൾക്കൊന്നിച്ച് കണ്ടുമുട്ടാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ലിച്ചു.